മാർച്ച് 15-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള ബലൂചിസ്ഥാൻ പ്രൊവിൻസിൽ നടന്നിട്ടുള്ള ട്രെയിൻ അറ്റാക്കിൽ ആ ഒരു ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ റോള് പാകിസ്ഥാൻ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യ ഡിനൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അലിഗേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രൊവിൻസിൽ ബലൂച്ച് ലിബറേഷൻ ആർമി അവർ പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിനെ അറ്റാക്ക് ചെയ്യുകയും 21ഓളം പാസഞ്ചേഴ്സിനെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ സെക്യൂരിറ്റി ഫോഴ്സ് റെസ്പോണ്ട് ചെയ്യുകയും 33ഓളം ബലൂച്ച് റിബൽസിനെ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ ഫോറിൻ ഓഫീസ്, ഫോറിൻ മിനിസ്ട്രി, അതുപോലെ മിലിറ്ററിയും എല്ലാം തന്നെ ഇന്ത്യയും അതുപോലെ താലിബാൻ കൺട്രോൾഡ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാനും ഈ ഒരു BLA സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്ഗാൻസ് വെപ്പൺസും അതുപോലെ തന്നെ ഇന്ത്യൻ വെപ്പൺസും ആണ് ഈ ഒരു ആർമി, ഈ ഒരു ബലൂചിസ്ഥാൻ ആർമി യൂസ് ചെയ്തത് എന്നുമാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യ ഇതിനെ സ്ട്രോങ് ആയിട്ട് ഡിനൈ ചെയ്തു. ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ അകത്തേക്ക് നോക്കൂ, മറ്റുള്ളവരുടെ മേലെ കുറ്റം ചുമത്തുന്നതിന് പകരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഹോൾ വേൾഡ് നോസ് എപ്പി സെന്റർ ഓഫ് ഗ്ലോബൽ ടെററിസം എവിടെയാണ് എന്നുള്ളത്, ഗ്ലോബൽ ടെററിസത്തിന്റെ എപ്പി സെന്റർ എവിടെയാണെന്ന് ലോകത്തിന് മൊത്തം അറിയാം എന്നുകൂടി ഇന്ത്യ പറഞ്ഞു. അതായത് ഈ ഒരു പാകിസ്ഥാനാണ് ലോകത്തെ ടെററിസത്തിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന രീതിയിലാണ് ഇന്ത്യ തിരിച്ചു മറുപടി പറഞ്ഞിട്ടുള്ളത്. BLA പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ഈ ഒരു അറ്റാക്കിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. അവരുടെ കയ്യിൽ ഹോസ്റ്റേജസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇൻക്ലൂഡിങ് പാകിസ്ഥാന്റെ സെക്യൂരിറ്റി പേഴ്സൺ, മിലിറ്ററി പേഴ്സണൽ ഉൾപ്പെടെ അവരുടെ കയ്യിൽ ഹോസ്റ്റേജസ് ഉണ്ടായാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ബലൂച്ച് പാസഞ്ചേഴ്സിനെയും ഒക്കെ തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യനെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും, പാകിസ്ഥാനെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പാകിസ്ഥാനെ രണ്ട് നിറത്തിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പച്ച നിറത്തിലുണ്ട്, രണ്ടാമത്തത് ചുവന്ന നിറത്തിലുണ്ട്. ഇത് മൊത്തം പാകിസ്ഥാനാണ്. അതിൽ ഈ വലിയ പ്രൊവിൻസ് ആണ്, വലിയ ഭാഗമാണ് റെഡ് കളറിൽ കാണുന്നതാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ബലൂചിസ്ഥാൻ അതിർത്തിയായിട്ട് ഇറാൻ വരുന്നുണ്ട്, ഇവിടെ അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് അതിർത്തി വരുന്നില്ല എന്നുകൂടി ഓർത്തുവെക്കുന്നതാണ്. ഇപ്പൊ BLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബലൂചിസ്ഥാന് ഇൻഡിപെൻഡൻസിനുണ്ട്, അവിടെ സ്വാതന്ത്ര്യം കിട്ടണം, ബലൂചിസ്ഥാനെ ഒരു സെപ്പറേറ്റ് പ്രദേശമാക്കി മാറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിന് ഈ ഒരു ഇൻസർജൻസിക്ക് വലിയ ഹിസ്റ്ററി ഉണ്ട്. പാകിസ്ഥാനി ഗവൺമെന്റ് വലിയ ശക്തമായ എതിർപ്പാണ് അവരെ ഒഴിവാക്കുന്നത്, ഈ ഒരു ആവശ്യത്തിനെതിരെ കൊടുക്കുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അവർ ക്രിയേറ്റ് ചെയ്യുകയും അവർ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. US ഇതിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കാം. ഈ ബലൂചിസ്ഥാന്റെ ഇമ്പോർട്ടൻസ് നോക്കുവാണെങ്കിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രൊവിൻസ് ആണ്, അതുപോലെ തന്നെ വളരെയധികം റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സ് ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ കേരളത്തിലെ കണ്ണൂരുള്ള ആറളം ഫാമിൽ ഈ ഒരു ആനകളെ ഈ ഒരു ഫാമിലേക്ക് കടക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് സോളാർ ഫെൻസുകൾ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു സോളാർ ഫെൻസ് ഇൻസ്റ്റലേഷൻ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് കണ്ണൂര് കേരളത്തിലെ ആറളം ഫാമിൽ സ്ഥാപിച്ചതായിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ കേരള ഒരു സോളാർ ഫെൻസ് ബിൽഡ് ചെയ്യാണ് ആറളം ഫാമിലാണ്. ഇതാണ് ഫെൻസ് എന്ന് പറയുന്നത്, സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ ചെറിയൊരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുവഴി ട്രൈബൽ പീപ്പിൾസിനെ ലിവിങ് ഏരിയയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആറളം ഫാമിൽ നിന്ന് ഈ ഒരു എലിഫൻസ് വരുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടെമ്പററി ഫെൻസ് ആയിട്ട് 4 കിലോമീറ്റർ നീളമാണ് പണിയുന്നതായിട്ടുള്ളത്. ഓൾറെഡി 3 കിലോമീറ്റർ പണിതിട്ട് വർക്കിംഗ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇതൊരു ടെമ്പററി മെഷർ ആയിട്ടാണ്. അവരൊരു പെർമനന്റ് എലിഫന്റ് വാൾ പണിയുന്നുണ്ട്, അതിന് മുന്നേ ആയിട്ട് ടെമ്പററി ആയിട്ട് പണിയുന്നതാണെന്ന് ഓർത്ത് വെക്കുന്നത്. ഇത് കൂടാതെ റിവറിന്റെ ഏരിയാസിൽ നമുക്ക് ഒരു ഹാങ്ങിങ് ഫെൻസ്, അതായത് മുകളിൽ നിന്നും തൂങ്ങി നിൽക്കുന്ന രീതിയിലുള്ള, അടിയിൽ റിവർ പോകുന്ന രീതിയിലുള്ള ഹാങ്ങിങ് ഫെൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അതേപോലെ തന്നെ 5 കിലോമീറ്റർ ഫെൻസ് ഓൾറെഡി അവിടെ കോട്ടപ്പ റിവറിന്റെ പ്രദേശത്തേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുന്നത്. അതേപോലെ തന്നെ ഫോറസ്റ്റിലെ ആനകളുടെ സാന്നിധ്യം നോക്കുന്നതിന് വേണ്ടി നൈറ്റ് പെട്രോൾസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. ഈ ഒരു വാർത്ത നമുക്ക് സിഗ്നിഫിക്കന്റ് ആവുന്ന മാൻ അനിമൽ കോൺഫ്ലിക്റ്റുകൾ ഒരു സൊല്യൂഷൻ ആയിട്ട് ഇത്തരത്തിലുള്ള സോളാർ ഫെൻസിങ്ങിനെ പ്രൊപ്പോസ് ചെയ്യാവും എന്നുള്ളതാണ്. അടുത്താണ് ഗെയിമിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഗെയിമിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നു. വളരെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു മേഖലയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള ഗാംബ്ലിംഗ് ആപ്പുകൾ വന്നിട്ട് ഇത് ഇന്ത്യയുടെ റിയൽ ആയിട്ടുള്ള ഗെയിമിംഗ് ആപ്പുകളെ, ലീഗൽ ആയിട്ടുള്ള ഗെയിമിംഗ് ആപ്പുകളെ ത്രട്ടൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സെക്ടറിലെ വലിയ നഷ്ടത്തിലേക്ക് നയിക്കുന്നു എന്നാണ് വാർത്ത വന്നുള്ളത്. റിയൽ മണി ഗെയിമിംഗ് കമ്പനീസ് ഇന്ത്യയിലുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള ഓഫ്ഷോർ ഗാംബ്ലിംഗ് സൈറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിയൽ ഗെയിമിംഗ് ആപ്പുകൾ നമ്മൾ നോക്കുക, റിയൽ മണി ഗെയിം ആപ്പുകൾ ഡ്രീം 11 അല്ലെങ്കിൽ പോക്കർ ബാസി തുടങ്ങിയിട്ടുള്ളതൊക്കെ ലീഗൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ നടത്തുന്ന ട്രാൻസാക്ഷൻസിനൊക്കെ 28% GST കളക്ട് ചെയ്യണം, അത് ഗവൺമെന്റിലേക്ക് അടക്കുകയും വേണം.
അതേസമയത്ത് വിദേശത്തു നിന്നുള്ള ഓഫ്ഷോർ കമ്പനികൾ അവരിവിടെ മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടാക്സും പേ ചെയ്യാതെ അവരെന്ത് ചെയ്യാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഇല്ലീഗൽ സൈറ്റുകളിൽ അവർ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്തത്. കാരണം ഇവിടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യേണ്ട, അടക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അവരുടെ ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്നത് 30% അടുത്താണ് ഓരോ വർഷവും അവരുടെ റവന്യൂവും പ്രോഫിറ്റും ഒക്കെ വർദ്ധിക്കുന്നതായിട്ടുള്ളത്. അതേസമയത്ത് ലീഗൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയുടെ ലാഭം അല്ലെങ്കിൽ അവരുടെ വരുമാനം കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഇല്ലീഗൽ ആയിട്ടുള്ള ബെറ്റിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് വളരെ വലുതായതായിട്ടാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ലോസ് ടാക്സ് റവന്യൂവിനെ കുറിച്ച് ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് ഇതുവരെ ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ടും എടുത്തില്ല. ഒരു ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള ഗെയിമിംഗ് കമ്പനീസിനുള്ള ടാക്സ് കുറക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ആൾക്കാർ ലീഗൽ ആയിട്ടുള്ള കമ്പനികളിലേക്ക് വരിക എന്നുള്ളതാണ്. അതേസമയത്ത് ഈ ഒരു RMG ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കൺസോളിഡേറ്റ് ചെയ്യാണ് വലിയ വലിയ ഫേംസ്, സ്മോളർ ഫേംസിനെ അക്വയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് കാണാവുന്നത്. അപ്പോൾ ഗവൺമെന്റ് കൃത്യമായിട്ട് ഈ ഒരു റെഗുലേഷൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റിയൽ ആയിട്ടുള്ള മണി ഗെയിമിംഗ് ആപ്പുകളെ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളിലേക്ക് കടക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകളെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ ISROയുടെ ആദിത്യ L1 മിഷനുമായി ബന്ധപ്പെട്ടാണ്. സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിഷനാണ് ആദിത്യ L1 മിഷൻ എന്ന് പറയുന്നത്. ആദിത്യ L1 മിഷനിൽ ഒരു ഫ്ലെയർലെസ് ആയിട്ടുള്ള കൊറോണൽ മാസ് ഇജക്ഷൻ സൂര്യനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, ഒബ്സർവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. വളരെ അപൂർവമായിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്ലെയർലെസ് കൊറോണൽ മാസ് ഇജക്ഷൻ ഒബ്സർവ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തുക. ഇന്ത്യൻ സയന്റിസ്റ്റുകൾ ആദിത്യ L1 മിഷനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷൻ, സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വിസിബിൾ എമിഷൻ ലൈറ്റ് കൊറോണോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഈ ഒരു ആദിത്യ L1 ലുണ്ട്. അത് ഉപയോഗിച്ചാണ് ഈ ഒരു ഡാറ്റ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ്. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ യുണീക്ക് ആണ്. ബിക്കോസ് സോളാർ ഫ്ലെയർ ഇല്ലാതെയാണ് ഈ ഒരു കൊറോണൽ മാസ് ഇജക്ഷൻ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു VLC എന്ന് പറയുന്ന ഈ ഒരു വിസിബിൾ എമിഷൻ കൊറോണോഗ്രാഫ് ഇൻസ്ട്രുമെന്റിനെ സൂര്യന്റെ കൊറോണയെ വളരെ ക്ലോസർ ആയിട്ട് ഒബ്സർവ് ചെയ്യാനും ഒക്കെ പറ്റും കമ്പയർഡ് ടു മറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. ഈ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റുകളെ മാഗ്നറ്റിക് ആക്ടിവിറ്റിയെ, സൂര്യന്റെ മാഗ്നറ്റിക് ആക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഫ്ലെയേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ കൊറോണൽ മാസ് ഇജക്ഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ സൂര്യൻ നിലവിൽ സോളാർ സൈക്കിളിന്റെ മാക്സിമം ലെവലിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കൊറോണൽ മാസ് ഇജക്ഷൻ സംഭവിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ കൊറോണയിൽ നിന്നുള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്ലാസ്മ പുറത്തേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡ് മറ്റുമൊക്കെ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എനർജി റിലീസുകളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉള്ളത് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഫ്ലെയേഴ്സ് ഇല്ലാതെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇല്ലാതെ എന്താണ് പ്ലാസ്മ മാത്രം പുറത്തേക്ക് വന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു മാസ് ഇജക്ഷനും അതുപോലെ തന്നെ ഫ്ലെയേഴ്സും തമ്മിലുള്ള റിലേഷൻ രണ്ടും ഒന്നിച്ചുണ്ടാവും എന്നാണ് നേരത്തെ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഫ്ലെയേഴ്സ് ഇല്ലാതെയും കൊറോണൽ മാസ് ഇജക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് ഓർത്തുക. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ സയന്റിസ്റ്റുകൾക്ക് വന്നിട്ടില്ല. അവർ മനസ്സിലാക്കുന്നത് ആദിത്യ L1 മിഷൻ എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത ആബാർ ഐഡിയുമായി ബന്ധപ്പെട്ട കൺസേൺസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണെന്നുള്ളത്. ആബാർ ഐഡി ഒരു വോളണ്ടറി ആയിട്ടുള്ളതാക്കി മാറ്റാം, നിർബന്ധിതമാക്കി മാറ്റി കുട്ടികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ ഇല്ലാതാക്കരുത് എന്നാണ് എഡിറ്റോറിയൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഓട്ടോമാറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി ആബാർ ഐഡി കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റുഡന്റ് അക്കാദമിക് റെക്കോർഡുകളെ ഡിജിറ്റലൈസ് ചെയ്യുക, ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് എന്ന നിലയിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള അക്കാദമിക് ഡീറ്റെയിൽസ് മുഴുവൻ ഒരു സ്ഥലത്ത് തന്നെ കിട്ടുക എന്നുള്ള ഉദ്ദേശമാണ്. ഇത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുകൂടാതെ യൂണിഫൈഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് എന്ന് പറഞ്ഞ സ്കൂളുകളിൽ ഉള്ള എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് സ്റ്റുഡന്റ് ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡന്റ് ഡാറ്റാബേസ് മാനേജിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഗവൺമെന്റ് ആബാർ എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഉത്തർപ്രദേശും കർണാടകയും പോലുള്ള സ്കൂളുകൾ സംസ്ഥാനങ്ങളിൽ 100% എൻറോൾമെന്റും ആബാർ ഐഡി മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്കൂളുകളിൽ നിന്നും മറ്റുമൊക്കെ എൻറോൾ ചെയ്യുന്നില്ല എങ്കിലുള്ള കോൺസിക്വൻസസിനെ കുറിച്ചൊക്കെ കുട്ടികളോട് പറയുന്നുണ്ട് എന്നുകൂടി പാരന്റ്സിനോടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ അതോറിറ്റീസ് റിലീജിയസ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അവരുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും ഒക്കെ പ്രഷറൈസ് ചെയ്യാണ് ആബാർ ഐഡി മാൻഡേറ്ററി ആക്കുന്നതിന് വേണ്ടിയിട്ട്. പലപ്പോഴും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് പേരുകളിലും മറ്റുമൊക്കെ മിസ്മാച്ച് ഉണ്ടാവാം. ഇതെല്ലാം എൻറോൾമെന്റ് ഫെയിലിയേഴ്സിന് കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്, ഇത്തരത്തിലുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ഡിജിറ്റലി കളക്ട് ചെയ്യുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ട് ആണ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് ഇതുവരെ ഇഫക്റ്റീവ് ആയിട്ട് നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാറ്റ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസും ഉണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. അതേപോലെ സുപ്രീം കോടതി ഓൾറെഡി റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആധാർ എന്ന് പറയുന്നത്
ബേസിക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മാൻഡേറ്ററി തിങ് ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് ആധാർ എൻറോൾമെന്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആധാർ ഡീറ്റെയിൽസ് നൽകുന്നില്ല എന്നതുകൊണ്ട് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം ഡിനൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആധാർ എന്ന് പറയുന്നതും ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് ഇതിന്റെ പരിധിയിൽ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് ഈ ഒരു റിലയബിലിറ്റി അതുപോലെ തന്നെ ആക്സസിബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ മെച്ചപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ലെജിസ്ലേഷൻ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, തമിഴ്നാടുവിന്റെ എക്കണോമിക് സർവേ റിലീസ് ചെയ്തതും അതുപോലെ റുപ്പിയുടെ സിമ്പലിനെ തമിഴ് സിമ്പൽ വെച്ച് റീപ്ലേസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ആ ഒരു സിമ്പലിന്റെ വിഷയം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തമിഴ്നാട് എക്കണോമിക് സർവേ റിലീസ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് തമിഴ് ലെറ്റർ ആയിട്ടുള്ള റൂ ആണ് റുപ്പിക്ക് പകരമായിട്ട് അവരുടെ സിമ്പൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ചും നാഷണൽ ഐഡന്റിറ്റിയെ, റുപ്പി എന്ന് പറയുന്ന നാഷണൽ ഐഡന്റിറ്റി സിമ്പിളാണ്, അതിനെ ഒരു റീജിയണൽ ഐഡന്റിറ്റിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് തമിഴ് ലാംഗ്വേജ് ആണ്, അല്ലാതെ റുപ്പി സിമ്പിളിന്റെ റിജക്ഷൻ അല്ല എന്ന് തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട് വിവിധ കറൻസി സിമ്പിളുകൾ യൂസ് ചെയ്യാറുണ്ട് അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ എന്നും അവർ ഓൾറെഡി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. സോ ആ ഡിബേറ്റ് അവിടെ അവസാനിച്ചു എന്ന് കരുതാൻ വേണ്ടി പറ്റും. ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, എവിടെയാണ് ഈ സിമ്പിൾ വന്നത്? അവരുടെ എക്കണോമിക് സർവേയിലാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു തമിഴ്നാട് ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ് എക്കണോമിക് സർവേ, നമ്മുടെ രാജ്യത്ത് സെൻട്രൽ ഗവൺമെന്റ് എല്ലാ വർഷവും ബഡ്ജറ്റിന് മുന്നേ എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് തമിഴ്നാട് ഗവൺമെന്റ് അവരുടെ എക്കണോമിക് സർവേ, അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അതിലാണ് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടുള്ളത്. എക്കണോമിക് സർവേ പ്രകാരം തമിഴ്നാടിന് 24-25 8% ഗ്രോത്ത് ആണ് അവർ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് എക്കണോമി ഗ്ലോബൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് വളരെ സെൻസിറ്റീവ് ആണ്. ബിക്കോസ് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ് പ്രധാനമായിട്ടും എന്നും തമിഴ്നാടിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ട്രെൻഡുകൾ, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട വൾണറബിലിറ്റീസ്, കോസ്റ്റൽ ഡിസ്ട്രിക്ട്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള വാട്ടർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് തമിഴ്നാട് എക്കണോമിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സർവേ ഡോക്യുമെന്റ് വന്നതോട് കൂടിയിട്ട് കുറെ കൂടി സ്റ്റേറ്റിന്റെ ഫൈനാൻസസിനെ കുറിച്ചും സോഷ്യോ എക്കണോമിക് ചാലഞ്ചസിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സ്റ്റേറ്റുകൾ ഇത്തരത്തിലുള്ള എക്കണോമിക് സർവേ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അവരുടെ നമുക്ക് വിവിധ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനും അവരുടെ പരസ്പരം കമ്പയർ ചെയ്യാനൊക്കെ സഹായിക്കും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഗോണ്ടി മീഡിയം സ്കൂളുകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്കൂളുകൾ, ഗോണ്ടി മീഡിയം സ്കൂളുകൾ ക്ലോഷർ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ഈ ഒരു ഗോണ്ടി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്താണ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഗോണ്ടി മീഡിയം സ്കൂൾ, ഗോണ്ടി എന്ന് പറയുന്ന ഭാഷ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് മദർ ടങ്ങിലുള്ള, മാതൃഭാഷയിലുള്ള നോളജ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ആർട്ടിക്കിൾ 29 ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്തുള്ളതാണ്. ആർട്ടിക്കിൾ 29 റൈറ്റ് ടു പ്രിസർവ് ഡിസ്റ്റിങ്ക്ട് ലാംഗ്വേജസ്, ആർട്ടിക്കിൾ 350A സ്റ്റേറ്റ് പ്രൊവിഷൻ ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ്. ഇതിന് വേണ്ടിയിട്ട്, അതായത് മാതൃഭാഷയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗോണ്ടി മീഡിയം സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻസ് ഈ ഒരു സ്കൂളുകളെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പ്രകാരം ഈ ഒരു സ്കൂളുകൾ രജിസ്റ്റർ ചെയ്യുന്നില്ല. ആ രജിസ്റ്റർ ചെയ്യാതെ അവയെ ക്ലോസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റൂൾസും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റൈറ്റ്സും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആണ് വരുന്നതെന്നും ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾസ് റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അത് ഒരു ആദിവാസി കമ്മ്യൂണിറ്റിയുടെ സ്കൂളുകൾ ആയതുകൊണ്ടാണ് എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഗോണ്ടി എന്ന് പറയുന്നത് ഏകദേശം 29 ലക്ഷത്തോളം ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് 2011 സെൻസസ് പ്രകാരം. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ 8th ഷെഡ്യൂളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഷയാണ്. അതേസമയത്ത് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ 25,000-ൽ താഴെ മാത്രം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ 8th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആദിവാസി കൾച്ചേഴ്സും അല്ലെങ്കിൽ ആദിവാസി കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ ലാംഗ്വേജിനുള്ള ഒരു ബയാസ് ആണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പലപ്പോഴും ഈ ഒരു ആദിവാസി കമ്മ്യൂണിറ്റീസും മറ്റുമൊക്കെ ഈ ഒരു ഫോഴ്സസ് അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ മെയിൻലാൻഡിന്റെ ഭാഷ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെടുകയാണ് എന്നത്, അതായത് ആദിവാസി കമ്മ്യൂണിറ്റിയുടെ കൾച്ചറും റിലീജിയസ് ബിലീഫ്സും എല്ലാം തന്നെ ഇറോഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ്. അതുപോലെ അർബനൈസേഷൻ, മാർക്കറ്റൈസേഷൻ, അതുപോലെ ഡീഫോറസ്റ്റേഷന്റെ ഭാഗമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റീസ്, ആദിവാസി കമ്മ്യൂണിറ്റീസ് ഒരുപാട് ത്രെട്ടുകൾ നേരിടുന്നുണ്ട്. അവരുടെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യാൻ തന്നെ കഷ്ടപ്പെടുകയാണ് എന്നാണ് ഓതർ പറയുന്നത്. അപ്പോൾ ഗോണ്ടി അതുപോലെ തന്നെ മറ്റ് ആദിവാസി ലാംഗ്വേജസും മറ്റുമൊക്കെ പ്രിസർവ് ചെയ്യുക വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്.
അപ്പോൾ ജവഹർലാൽ നെഹ്റു പ്രത്യേകിച്ചും ആദിവാസി കമ്മ്യൂണിറ്റീസിനെ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചൊക്കെയാണ് മുന്നേ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഗോണ്ടി സ്കൂളുകളെയും അതല്ല ആദിവാസി ലാംഗ്വേജസിനെയും റെക്കഗ്നൈസ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ആവശ്യമായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കണം എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിനെ അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആദിവാസി കൾച്ചേഴ്സിനെ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ സംസ്കൃതത്തിനെ റെക്കഗ്നൈസ് ചെയ്യുകയും 25 ലക്ഷത്തോളം ആൾക്കാർ സംസാരിക്കുന്നത് ഗോണ്ടിയെ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുകയും ചെയ്തത് ഒരു ഗ്രോസ് മോറൽ ഫെയിലിയർ ആയിട്ടും ഓഥർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അടുത്തൊരു വാർത്ത ഹംപിയിൽ നിന്നുള്ളതാണ്. ഹംപിയിൽ ഒരു ഹീനസ് ആയിട്ടുള്ള ക്രൈം നടന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത വന്നത്. പക്ഷേ ഹംപി എന്ന് പറയുന്നത് മെഡീവൽ ഇന്ത്യൻ പീരീഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ UPSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർക്കുക. ഇത് വാർത്ത വരാൻ കാരണം എന്ന് വെച്ചാൽ 29 വയസ്സുള്ള ഒരു യുവാവ് അദ്ദേഹം സനാപുര ലേക്കിന്റെ അടുത്ത് വെച്ചിട്ട് ഹംപിയിൽ വെച്ചിട്ട് കൊലപ്പെടുകയാണ് ഉണ്ടായത്. അതായത് ഒരു സ്ത്രീയെ രണ്ടുപേര് ചേർന്ന് സെക്ഷൽ അസോൾട്ട് ചെയ്യുമ്പോൾ അതിനെ തടയാൻ വേണ്ടി പോയതാണ്. തടയാൻ പോയപ്പോഴാണ് ഇദ്ദേഹം കൊലപ്പെട്ടത് എന്നുകൂടി ഓർത്തു വെക്കണമായിരുന്നു. പ്രത്യേകിച്ചും ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായത് എന്നുള്ളതാണ് വാർത്ത വരാൻ കാരണം. നമ്മൾ ആ വാർത്തയുടെ ഇൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. സോ ഇതാണ് ഇഷ്യൂ. പക്ഷെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹംപിയെ കുറിച്ചിട്ടാണ്. ഹംപി എന്ന് പറയുന്നത് വിജയനഗര ഡിസ്ട്രിക്റ്റിൽ കർണാടകത്തിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്. ട്രഡീഷണലി ഇത് പമ്പ ക്ഷേത്ര ഓഫ് കിഷ്കിന്ധ എന്ന പേരിലാണ് ഈ ഒരു ഹംപിയെ അറിയപ്പെടുന്നത്. പമ്പ ക്ഷേത്ര ഓഫ് കിഷ്കിന്ധ. അത് സിറ്റി ഓഫ് ബോൾഡേഴ്സ്, ഒരുപാട് കല്ലുകളുള്ള ഒരു സ്ഥലമാണ്. സിറ്റി ഓഫ് ബോൾഡേഴ്സ് എന്ന പേരിലും ഹംപിയെ അറിയപ്പെടാറുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള വിജയനഗര എംപയർ 1336 മുതൽ 1570 AD വരെ ഉണ്ടായിരുന്ന മെഡീവൽ ഇന്ത്യൻ പീരീഡിൽ ഉണ്ടായിരുന്ന വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഹംപി എന്ന് ഓർത്തുക. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. 1986 മുതൽ അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് കൾച്ചറൽ ഇമ്പോർട്ടൻസ് കാരണമാണ് ഇത്തരത്തിലുള്ള റെക്കഗ്നൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള മോണുമെന്റ്സ് ഉണ്ട്. വിരുപക്ഷ ടെമ്പിൾ ഉണ്ട്, ലോട്ടസ് മഹൽ ഉണ്ട്, വിത്തൽ മഹൽ കോംപ്ലക്സ് ഉണ്ട്, സ്റ്റോൺ ചാരിയേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റും തുംഗഭദ്ര റിവറിൽ കവേർഡ് ആണ് ഈ ഒരു പ്രദേശം എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ മഹാനവമി ദിബ്ബ എന്ന് പറയുന്ന വെറൈറ്റി ഓഫ് പോൺസ് ആൻഡ് ടാങ്ക്സ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ റോ പില്ലേഡ് ആയിട്ടുള്ള മണ്ഡപാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഈ ഒരു ഹംപിയുടെ ആർക്കിടെക്ചേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മെഡീവൽ ഇന്ത്യൻ പീരീഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹംപി ആർക്കിടെക്ചറിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓർത്തു വെക്കുക, ഹംപി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. UPSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഒരു പുതിയ ഈൽ സ്പീഷീസിനെ കണ്ടെത്തിയിട്ടുണ്ട് തൂത്തുക്കുടിയിൽ വെച്ച്, തമിഴ്നാടിലെ തൂത്തുക്കുടിയിൽ വെച്ചിട്ട്. അതിന്റെ പേര് തമിഴ് ലാംഗ്വേജിന്റെ ഭാഗമായിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. തമിലിസിയം എന്നാണ് പേരിട്ടുള്ളത്, അല്ലെങ്കിൽ തമിൾക്കം എന്നാണ് പേരിട്ടുള്ളത്. അപ്പോൾ നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സ് ആണ് 14th ഈൽ സ്പീഷീസിനെ ഇന്ത്യൻ കോസ്റ്റിൽ വെച്ച് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ഈൽ എന്ന് പറയുന്നത് തൂത്തുക്കുടി കോസ്റ്റ് തമിഴ്നാടുവിൽ വെച്ചിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വാർത്തയിൽ വരാൻ കാരണം ഇതിന്റെ പേരിട്ടുള്ളത് തമിലിക്കം എന്ന രീതിയിലാണ്. അപ്പോൾ വേൾഡിന്റെ ഓൾഡസ്റ്റ് ലാംഗ്വേജ് ആണ് തമിഴ്. തമിഴുമായുള്ള ഒരു റെഫറൻസുമായി ബന്ധപ്പെട്ടാണ് തമിലിക്കം എന്ന പേരിട്ടുള്ളത്. ഇത് നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു ഈലാണ്. കോമൺലി ഒരു പൗൾട്രി ഫീഡായിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. അതായത് ഈ കോഴി വളർത്തലിനും മറ്റുമൊക്കെ ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് ബെന്തിക് ഡ്വല്ലേഴ്സ് ആണ്. അതായത് നോർമലി കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ജീവിയാണ് ഈ ഒരു ഈല് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇതിന്റെ പ്രോട്ടീൻ ലെവൽ കുറവാണ്. ഇത് ഫിഷുമായിട്ടുള്ള അത്രയും പ്രോട്ടീൻ ലെവൽ ഉണ്ടെങ്കിൽ ഈവൻ നമുക്കത് കൊമേഴ്ഷ്യൽ കൺസംഷൻ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. അപ്പൊ പേര് ഓർത്തു വെക്കുക. തമിലിക്കം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ഗോലിയാത്ത് ബീറ്റിലാണ്. ലോകത്തിലെ ലാർജസ്റ്റ് ഇൻസെക്ട് ആണ് ആഫ്രിക്കയിലെ ജയന്റ് ഗോലിയാത്ത് ബീറ്റിൽ. അത് എക്സ്റ്റിങ്ഷൻ നേരിടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു ഗോലിയാത്ത് ബീറ്റിൽ? ഇതാണ് ചിത്രം. അപ്പൊ ഈ ഒരു ഗോലിയാത്ത് ബീറ്റിൽ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് എന്താണ് നോക്കുന്നത്. അപ്പൊ ഗോലിയാത്ത് ബീറ്റിൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസെക്റ്റുകളാണ് എന്ന് ഓർത്തു വെക്കുന്നത്. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഗോലിയാത്തസ് റീജിയസ് ക്ലഗ്, ഗോലിയാത്തസ് കാക്കിയസ് ഒലീവിയ, ഗോലിയാത്തസ് കാക്കിയസ്, ഗോലിയാത്തസ് അബ്നോസ് എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് ഓർത്തു വെക്കാം. ഏകദേശം 110 mm ലോങ്, അതായത് 11 സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാവും എന്നുകൂടി ഓർത്തു വെക്കാം. മെയിലിന് വൈ ഷേപ്ഡ് ആയിട്ടുള്ള ഹോൺസ് ഉണ്ടാവും. ഫീമെയിൽസിന് ഹോൺസ് ഉണ്ടാവില്ല, കൊമ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രത്യേകതയായിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും റെയിൻ ഫോറസ്റ്റുകളിൽ, പ്രത്യേകിച്ചും നമ്മൾ നോക്കിയാൽ സിയാറ ലിയോണെ, ലൈബീരിയ, ഗിനിയ, കോട്ട് ഐവറി, ഘാന, ബുർക്കിന ഫാസോ, ആഫ്രിക്കൻ പ്രദേശങ്ങളിലൊക്കെ കാണുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബീറ്റിൽ ലാർവ എന്ന് പറയുന്നത് ഓംനിവോറസ് ആണ്. അത് മോസ്റ്റ്ലി സ്കാവെഞ്ചി, അതായത് വേസ്റ്റ് ഐറ്റംസോ അല്ലെങ്കിൽ മീറ്റ് ഒക്കെയാണ്, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ഡെബ്രിസ് ഒക്കെയാണ് കഴിക്കുക എന്നുകൂടി ഓർത്തു വെക്കുന്നത്. അഡൽട്ട് ബീറ്റിൽസ് സാപ്പ്, അതായത്
ഒരു റെയിൻ ഫോറസ്റ്റ് ഏരിയയിൽ കാണുന്ന വളരെ റെയർ ആയിട്ടുള്ള ഒരു ട്രീ സ്പീഷീസിനെയൊക്കെയാണ് കഴിക്കുന്നത് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കി കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ന്യൂട്രിയൻസിനെ കൊണ്ടുപോകുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അതുപോലെ ഗോലിയാത്ത് ബീറ്റിൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഹെൽത്തിന്റെ ഒരു നല്ല ഇൻഡിക്കേറ്റർ ആണ്. ഇവ നന്നായിട്ട് ഫോറസ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഫോറസ്റ്റിന്റെ കണ്ടീഷൻ ഹെൽത്ത് നന്നായിട്ടാണ്, മറ്റ് ജീവികളും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പോകുന്നു എന്നാണെന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തത് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചുള്ള ഒരു സയൻസ് ക്യൂസ് ദ ഹിന്ദുവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പിക്ക് ചെയ്തിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹാരപ്പ എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് സൈറ്റ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ. ഓർത്ത് വെക്കുക, ടൈപ്പ് സൈറ്റ് എന്ന് വെച്ചാൽ ഒരു മാതൃകാ സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രദേശത്തെ കൾച്ചറിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ആർക്കിയോളജിയെ കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാതൃകാപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൈറ്റിനെയാണ് ടൈപ്പ് സൈറ്റ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഒരു സിവിലൈസേഷന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഹാരപ്പേനെയാണ് ടൈപ്പ് സൈറ്റ് എന്ന രീതിയിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കണക്കാക്കുന്നത്. അടുത്തത് ഏറ്റവും വലിയ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് കരുതുന്നത് ഗനേരിവാല എന്ന് പറയുന്ന പ്രദേശമാണെന്ന് ഓർത്ത് വെക്കുക. ഇത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ചോലിസ്ഥാൻ ഡെസേർട്ടിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇത് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. ലാൻഡ് യൂസ് കൺവേർഷൻ, ഈ ഒരു പ്രദേശമൊക്കെ ആൾക്കാർ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നം നേരിടുന്നുണ്ട്. ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് ഗനേരിവാലയാണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് മോഹൻജദാരോയിൽ എക്സ്കവേഷൻ നടത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട 3 ആർക്കിയോളജിക്കൽ സർവേയുടെ ഓഫീസേഴ്സ് ആണ്. RD ബാനർജി, DR ഭന്ദാർക്കർ, അതുപോലെ MS വാട്ട് എന്ന് പറയുന്ന ആള്. ഇവരാണ് മോഹൻജദാരോ അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആന്റിക്വിറ്റിയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിന് പേര് അവരുടെ പേരിലാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്താണ് മെഹഗഡ് എന്ന് പറയുന്നത്. മെഹഗഡ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ തുടക്കം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു നിയോലിത്തിക് സെറ്റിൽമെന്റ് സൈറ്റ് ആണ് മെഹഗഡ് എന്ന് പറയുന്നതായിട്ടുള്ളത്. NCERTസിൽ ഈ ഒരു പ്രദേശത്തെ കുറിച്ച് മെൻഷൻ ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ന്യൂസ് കവർ ചെയ്തത് ബലൂചിസ്ഥാൻ പ്രൊവിൻസ് ആണ്. ഈ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലാണ് മെഹഗഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിയോലിത്തിക് സെറ്റിൽമെന്റുകൾ ഉണ്ടായിരുന്നു. അതായത് കൃഷിയുടെ അവസാന ഘട്ടം നിയോലിത്തിക് സെറ്റിൽമെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ഏകദേശം 3500 മുതൽ 5000 BC കാലഘട്ടത്തിനിടയിലുള്ള ഒരു ഫാമിംഗ് വില്ലേജിനെ, ഒരു കൃഷി വില്ലേജിനെയും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ആർട്ട്മാൻഷിപ്പ് ആണ്, കല. അതായത് ഡാൻസിങ് ഗേൾസ് ബ്രോൺസ് സ്റ്റാച്യു എന്ന് പറയുന്നത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്യൂസിൽ നമുക്ക് വളകൾ ഇട്ടത് കാണാൻ പറ്റും, മാല കെട്ടാൻ പറ്റും, മുടി കെട്ടിയത് കാണാൻ പറ്റും, ആംഗ്ലെറ്റുകൾ ഉണ്ടാവും, ഡ്രസ്സ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മോഹൻജദാരോ എന്നാണ് ഈ ഒരു ഡാൻസിങ് ഗേൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വിവിധ മെറ്റൽസിനെ കാസ്റ്റ് ചെയ്യാനും സ്റ്റാറ്റ്യൂസ് ഉണ്ടാക്കാനും അവർക്കറിയാം. അതുപോലെ തന്നെ അവരുടെ കൾച്ചറിന്റെ ഒരു വലിയ റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് അന്നത്തെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ കുറിച്ച്, അന്നത്തെ ഡാൻസിനെ കുറിച്ച്, അവരുടെ ആർട്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാച്യു കൂടിയാണിത് എന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.